ദൈവമായി ആരോഗ്യ അവസരം തന്നാൽ PYP അംഗങ്ങളും ചുമതലപ്പെട്ടവരുമെല്ലാം വരുന്ന 3-4 വർഷം പ്രവർത്തിക്കുക. അതുകൊണ്ട് പ്രവർത്തിക്കാൻ സജ്ജരായി നിൽക്കുന്ന നിങ്ങളോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ വചനത്തിൽ നിന്ന് പറയാനുള്ള സന്ദേശം, വെറുതെ ഇറങ്ങി പ്രവർത്തിക്കരുത്. കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെട്ട് പ്രവർത്തിക്കണം. ദൈവം കൂടെ ഇരിക്കും. ആദിമ സഭയുടെ ചരിത്രം അത് കത്തോലിക്കരും യാക്കോബായും മാർത്തോമായും ഓർത്തഡോക്സ് ലത്തീനും ലണ്ടനും CMS ആംഗ്ലിക്കനും CSCയും ഇവാഞ്ചലിക്കലും ബ്രദറ് പെന്തിക്കോസ് അതിൽ തന്നെ IPC അസംബ്ലീസ് കോഡ് ചട്ടക്കോട് ഷാരോന് നെയ്യല് ബെനിയല് ഇൻഡിപെൻഡന്റ് അന്തർദേശീയ TPM ഇവരുടെ ആരുടെ ചരിത്രമാണ്? അപ്പോസ്തല പ്രവർത്തിക്കത്തെ ചരിത്രം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ചരിത്രമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രവർത്തികളുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. നമുക്കതറിയാം. വളരെ പരിചിതമായ വാക്യം എഫേസ്യർ 6:10 ഒന്ന് വായിച്ചു. മതി, ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രി സമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം നൽകണം. പ്രിയ പുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ PYPയുടെ കോട്ടയം സോണിലെ എല്ലാ ചുമതലപ്പെട്ടവർ, ആദരണീയ കർത്തൃദാസന്മാർ, കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ, ഓൺലൈനിൽ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, ഏവർക്കും ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഒടുവിലത്തെ സമയത്തെ വചന ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ചുമതലപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം പ്രവർത്തനങ്ങളെ, ശുശ്രൂഷകളെ ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകല് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തൊണ്ടയ്ക്ക് വളരെ ബുദ്ധിമുട്ടും, തൊണ്ട അടഞ്ഞിരിക്കുക. അതുകൊണ്ട് സഭയെ ക്ഷമിക്കുക. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരുണ്ട്. ഇടയ്ക്ക് 2 ശീലം ഞാൻ പാടുന്നത് കൊണ്ട് ഭാര്യാപുരത്തിരുന്ന് ജെയ്സിനെയും വിളിച്ചു വരുത്തി. സുബിനും ഉണ്ട്. അത് ഇന്ന് പാടാൻ പോകുമെന്ന് തോന്നുന്നില്ല. എങ്കിലും 2 വരി അവരും വന്നതല്ലേ, അവർ പിന്നെ ചിന്തിക്കരുത് ഒന്നും ഒത്തില്ലല്ലോ എന്ന്. അപ്പം 2 വരി പാടാൻ വയ്യ. എങ്കിലും 2 വരി നമുക്ക് ദൈവസന്നിധിയില് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താൽ. സ്തോത്രം സ്തോത്രം. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി ദൈവരാശി ഒന്ന് വായിച്ചാട്ടെ. നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഭവിക്കുന്നത് എനിക്കു പരഗതി അരുളുവതിനു നീ തെറ്റിച്ചു സുരപുര അതിശനാൽ. എനിക്കു പരഗതി അരുളുവതിനു നീ തെറ്റിച്ചു സുരപുരമതിശനാൽ. സ്നേഹപൂജിത ജീവനാഥ, സ്നേഹപൂജിത ജീവനാഥ. അത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവെടുത്താണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ബഹുമാനപ്പെട്ട ഈ കോട്ടയം സോണലിലെ PYP അംഗങ്ങളോട്, ചുമതലപ്പെട്ടവരോട്, ഈ രാത്രി സമ്മേളനത്തിന്റെ ഒടുവിൽ ഇവിടെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇന്ന് രാത്രിയും ഇതിനു ശേഷമായിട്ടുമൊക്കെ ഈ ഇതിൽ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരോട് അറിയിക്കാനുള്ള സന്ദേശം, ഒടുവിൽ കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുക. അത് 1-2 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് കൃത്യസമയത്ത്, മിക്കവാറും ഷാൻപാസ് പറഞ്ഞ സമയത്ത് നിർത്തും. അപ്പോൾ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടണം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ പഴയ നിയമത്തിലെ 39 പുസ്തകവും പുതിയ നിയമത്തിലെ 27 പുസ്തകം. ആ 27 പുസ്തകത്തിൽ പ്രാരംഭത്തിൽ 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. അത് ഞാൻ അങ്ങനെ പറയുന്നത്.
മൊത്തം 66 പുസ്തകം, 40 എഴുത്തുകാര്, ഏതാണ്ട് 1600 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതിയ പുസ്തകമാണല്ലോ സത്യവേദ പുസ്തകം. ഇതിനെപ്പറ്റിയൊക്കെ നന്നായി പഠിച്ച് പറയുന്നയാൾ ആ ബഹുമാനപ്പെട്ട കർത്തദാസനും മറ്റു പ്രിയപ്പെട്ടവരും. എന്തെങ്കിലും തെറ്റ് വന്നാൽ സദയം കൂർക്കണം. അപ്പോൾ 1600 കൊല്ലം കൊണ്ട് 40 എഴുത്തുകാര് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് അവൻ എഴുതിയ പുസ്തകമാണ് സത്യവേദ പുസ്തകം. എഴുത്തുകാര് പലരും തമ്മിൽ കണ്ടിട്ടില്ല, പലരും പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരാ. പക്ഷേ ഇത് എഴുതി ക്രമപ്പെടുത്തിയപ്പോൾ വായിക്കുന്നവർക്ക് തോന്നും ഒരാൾ എഴുതിയതുപോലെ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം എഴുതിയ മോശയും ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം എഴുതിയ ആ യോഹന്നാനും നേർക്ക് നേരെ കണ്ടിട്ടില്ല. പക്ഷേ രണ്ട് പുസ്തകവും വായിച്ചാൽ വായിക്കുന്ന അവൻ വായിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകും ഇത് രണ്ടും എഴുതിയത് ഒരാളാണെന്ന് തോന്നിപ്പോകും. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യവും വെളിപ്പാടിലുണ്ട്. പലതിന്റെ അവസാനവും ആരംഭവും പരാമർശങ്ങളെല്ലാം ഉണ്ട്. അതെ, പ്രാരംഭത്തിൽ 5 പുസ്തകം മോശെ എഴുതി. ഇതൊക്കെ നിങ്ങൾക്കറിയാം. വിഐപിക്കാരെ ഇതൊന്നും പഠിപ്പിക്കുകയും വേണ്ട. സഹവാസം ഞാൻ കുഞ്ഞമ്പള്ളിയുടെ പ്രാർത്ഥന പിന്നെ പറയാം. ഇതൊരു ചെറിയ ആഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ കൊള്ളാം. ഞാൻ കഴിച്ച് പറയാം. അപ്പൊ ശ്രദ്ധിക്കുക, പഴയ നിയമത്തിലെ 39 പുസ്തകം ഏതാണ്ട് 32 എഴുത്തുകാരെഴുതിയതാണ്. പുതിയ നിയമത്തിലെ 27 പുസ്തകം നമുക്കറിയാം 8 എഴുത്തുകാർ എഴുതിയതാണ്. ആ 8 എഴുത്തുകാരിൽ 4 പേര് അപ്പോസ്തലന്മാര്, 4 പേര് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാർ 4 പേര് ആരാണെന്ന് സാമിനും അറിയാമല്ലോ. ദൈവത്തിന് മഹത്വം. അപ്പൊ അപ്പോസ്തലന്മാര് 4 പേര്. 1 മത്തായി, 2 യോഹന്നാൻ, 3 പത്രോസ്, 4 പൗലോസ്. 4 പേര് അപ്പോസ്തലന്മാരല്ല. അത് 1 ലൂക്കോസ്, 2 മർക്കോസ്, 3 യാക്കോബ്, 4 യൂദ. ഇങ്ങനെയാണ് 8 പേര്. കർത്താവിന്റെ മഹത്വം. അങ്ങനെ അപ്പോസ്തലന്മാര് 4 പേരും അപ്പോസ്തലന്മാരല്ലാത്ത 4 പേരും. അത് 2 പേര് നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. 1 മർക്കോസും 2 ലൂക്കോസും. മർക്കോസ് അപ്പോസ്തല പ്രവൃത്തിയാണല്ലോ കർത്തദാസനെടുത്തത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ട നല്ല മെസ്സേജ് ആയിരുന്നു അപ്പോസ്തല പ്രവൃത്തിന്ന്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ മർക്കോസ് പത്രോസിന്റെ കൂടെയും ലൂക്കോസ് പൗലോസിന്റെ കൂടെയും ശക്തമായ ശുശ്രൂഷ ചെയ്തവരാ. ആട്ട് മുമ്പോട്ട് പോകാം. അങ്ങനെയുള്ള ഈ പുതിയ നിയമത്തിലെ 27 പുസ്തകം, ആ 27 പുസ്തകത്തിൽ ആദ്യത്തെ, എന്റെ ശൈലിയാ, ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകമാണ്. ആ ചരിത്ര പുസ്തകത്തെ രണ്ടായിട്ട് തിരിക്കാം. ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രം. യേശു ക്രിസ്തുവിന്റെ ചരിത്രം. അവൻ കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം, അവൻ കേട്ടാൽ അപാകതയില്ലാത്ത ചരിത്രം, യാതൊരു ന്യൂനതകളില്ലാത്ത ചരിത്രം മാത്രമാണോ. ഈ ചരിത്രം കേട്ടോണ്ടിരുന്നാൽ രോഗശാന്തി ഉണ്ടാകും. ഈ ചരിത്രം കേട്ടോണ്ടിരുന്നാൽ അത്ഭുതങ്ങൾ നടക്കും. ഈ ചരിത്രം കേട്ടാൽ അവൻ മാറാ രോഗികൾക്ക് സൗഖ്യമുണ്ടാകും. ഈ ചരിത്രം കേട്ടാൽ അത്ഭുത ശുശ്രൂഷകൾ നടക്കും. മരണത്തെ ജയിച്ചവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ചരിത്രം, കുരുടർക്ക് കാഴ്ച കൊടുത്ത ചരിത്രം, ചെകിടർക്ക് കേൾവി കൊടുത്ത ചരിത്രം, മുടന്തരെ നടത്തിയ ചരിത്രം, ഓമർക്ക് സംസാര ശക്തി കൊടുത്ത ചരിത്രം. അവൻ മാത്രമാണോ മരിച്ചവന്റെ മഞ്ചത്ത് തൊട്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ ചരിത്രം. ഇത്രയും ചരിത്രം പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും ഒരു അനക്കമില്ല. പാസ്റ്റർ മാത്രം കൈയൊന്ന് അനക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് ഇയാൾ എന്നാ ചരിത്രം പറയാനാ? ഞാൻ എന്റെ ചരിത്രമല്ല പറയുന്നത്, യേശുവിന്റെ ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രമാ യേശുവിന്റെ ചരിത്രം. കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം. നമ്മുടെ ആരുടെ ചരിത്രം അധികം പറയാതിരിക്കുന്നതാ? ഞങ്ങളുടെ ഒരു അച്ചായന്റെ അപ്പച്ചൻ മരിച്ചു. ഞാൻ എപ്പോഴും പറയുന്നതാ. 98, 100 വയസ്സോളം ഉണ്ട്. അവര് പ്രത്യേക സഭക്കാരാ, IPC അല്ല. അപ്പോൾ അവിടെ സാക്ഷിയോഗമാ. സാക്ഷിയോഗം ഒരു സ്റ്റൂളില് ഇതുപോലെ മൈക്ക് വെച്ചിട്ടുണ്ട്. അവരുടെ വേലക്കാരെല്ലാം ഉണ്ട്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ചെന്ന് അവിടുന്ന് മൈക്ക് എടുത്ത് പറഞ്ഞു പൊക്കോ. ഇപ്പോൾ ആരാ പറയുന്നതൊന്നും അവിടെ പേര് പറയത്തില്ല. ഇപ്പോൾ ഡോക്ടർ റവറൻഡ് സോ ആൻഡ് സോ മിണ്ടുകയാണ്. അവര് ചെന്നെടുത്ത് പറയണം. അപ്പൊ ഓരോരുത്തർ എഴുന്നേറ്റ് പറഞ്ഞു,
ഞാൻ ഈ അപ്പച്ചന്റെ ഇന്നയാളാണ്, അപ്പച്ചന്റെ വീടുമായിട്ട് ബന്ധമുണ്ട്, ചരിത്രങ്ങളെല്ലാം പറയും. സമയം അല്പം പോയി. അപ്പോൾ അപ്പച്ചന്റെ ഒരു മകൻ നല്ല യുക്തിക്ക് മറുപടി പറയുന്ന ആളാ. അദ്ദേഹം എഴുന്നേറ്റ് ചെന്നേച്ച് പറഞ്ഞു, ഞാന് കൂടുതൽ ചരിത്രം ഒന്നും പറയുന്നില്ല, ഈ അപ്പച്ചന്റെ മകനാ ഞാൻ, എല്ലാ ചരിത്രവും എല്ലാവരുടെയും ചരിത്രവും നമുക്കറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചരിത്രം ഒന്നും പറയുന്നില്ല. പിന്നെ ആരും അധികം ചരിത്രം പറയാൻ വന്നുമില്ല. അപ്പൊ ഞാനത് വളരെ ശ്രദ്ധിച്ചു. നമ്മുടെ ഒന്നും ചരിത്രം അധികം പറഞ്ഞാൽ വലിയ ഗുണവുമില്ല, കേട്ടിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകും, അവർക്കൊക്കെ അരോചകത്വം ഉണ്ടാകും. പണ്ട് ഉണ്ണായി വാര്യര് പറഞ്ഞ പോലെ ചലതളി ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില പൂജിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരവം, നാസാ കുകരസര സൈനികം. നമ്മുടെ ചരിത്രം കേട്ടാ ഇങ്ങനെയൊക്കെ തോന്നും. ചലതളി ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകില പൂജിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പക്ഷിയുടെയൊക്കെ ശബ്ദവും കോകിലത്തിന്റെയൊക്കെ ഈ ശബ്ദം ചെവിക്കകത്ത് കുന്തം കുത്തി കയറ്റുന്നത് പോലെ. അല്ലല്ല, ശരിയാ. നമ്മുടെ ചരിത്രമെല്ലാം പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ഇന്ന് രാത്രി എന്റെ ബഹുമാന്യ ദൈവദാസന്മാര്, ബഹുമാനപ്പെട്ട സദസ്സിനോട് പറയട്ടെ, കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം യേശുവിന്റെ ചരിത്രമാ. അവൻ അംഗീകരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാ. വിടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചരിത്രം യേശു ക്രിസ്തുവിന്റെ ചരിത്രമാ. ആ ചരിത്രത്തിനായി ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആദ്യത്തെ 4 പുസ്തകം യേശു ക്രിസ്തുവിന്റെ ചരിത്രം, 5-ാമത്തെ പുസ്തകം അപ്പോസ്തല പ്രവർത്തികളാണ്. ഇങ്ങനെ ചിന്തിച്ചു, ആദിമ സഭയുടെ ചരിത്രം, അത് കത്തോലിക്കരും യാക്കോബായും മാർത്തോമായും ഓർത്തഡോക്സ് ലത്തീനും ലണ്ടനും CMS ആംഗ്ലിക്കനും അതാ CSC ഇവാഞ്ചലിക്കലും ബ്രദർ പെന്തിക്കോസ്, അതിൽ തന്നെ IPC, അസംബ്ലീസ് കോഡ്, ചട്ടക്കോട്, ഷാരോന്, നെയ്യേല്, ബെനിയേല്, ഇൻഡിപെൻഡന്റ്, അന്തർദേശീയൻ, TPM, ഇവരുടെ ആരുടെ ചരിത്രം? ആ അപ്പോസ്തല പ്രവർത്തിക്കകത്തെ ചരിത്രം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ചരിത്രമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രവർത്തികളുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. നമുക്കതറിയാം. അതങ്ങനെ ആദ്യത്തെ 5 പുസ്തകം. അടുത്ത 21 പുസ്തകം ലേഖന പരമ്പരകളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. അത് മുഴുവൻ ഉപദേശ വിഷയങ്ങൾ. റോമാലേഖനം വിശ്വാസത്താലുള്ള നീതീകരണം, കൊരിന്ത്യർ ലേഖനം നീതീകരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ വിശുദ്ധീകരണം, ഗലാത്യ ലേഖനം അവരുടെ സ്വാതന്ത്ര്യം, എഫേസ്യ ലേഖനം അവരുടെ സ്ഥാനമാനം, ഫിലിപ്പിയ ലേഖനം സന്തോഷം, കൊലോസ്യ ലേഖനം അവകാശം, തെസലോനിക്ക ലേഖനം അവന്റെ പ്രത്യാശ, തിമത്തിയോസിന്റെ തീത്തോസിന്റെ ലേഖനം അവൻ പ്രമാണങ്ങളാ, ഫിലേമോന്റെ ലേഖനം സൽപ്രവർത്തിയിൽ നല്ല വ്യക്തിയായി തിളങ്ങുക, അവൻ എബ്രായ ലേഖനം ദൈവം ഒരുക്കി വെച്ച കരുതൽ, യാക്കോബിന്റെ ലേഖനം പ്രവർത്തിക്ക് ഊന്നൽ കൊടുത്തു പറയുന്നു. അവൻ പത്രോസിന്റെ 2 ലേഖനം ഭാവി പ്രത്യാശ, യോഹന്നാന്റെ 3 ലേഖനം അവൻ ദൈവ സ്നേഹം, ഒടുവിൽ യൂദയുടെ ലേഖനം ജീവിതത്തിലൊക്കെ ജീവിക്കുന്ന ദൈവമക്കളെ വീടാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വീടാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചതിന്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയര്, വീടാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ VIP അംഗങ്ങളെ കാക്കുന്ന ദൈവമുണ്ട്, ആദരണീയ കർത്തദാസന്മാരെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി കരുതുന്ന നമ്മളെ സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് ഉള്ളതിനായി ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. അത് ഓടിച്ചു പോകാം. ഇങ്ങനെയുള്ള ലേഖനങ്ങളില് പൗലോസിന്റെ 14 ലേഖനം കൂടെ ചേർത്ത്, ആ 14 ലേഖനത്തിൽ പൗലോസ് 7 സഭയ്ക്ക് 9 ലേഖനം എഴുതി. നമുക്കറിയാം, 7 സഭയ്ക്ക് 9 ലേഖനം, 2 സഭയ്ക്ക് ഈ 2 ലേഖനം, കൊരിന്ത്യ സഭയ്ക്കും തെസ്സലോനിക്ക സഭയ്ക്കും ഈ 2 ലേഖനം, അങ്ങനെ 9 ലേഖനം 7 സഭ. അതിലൊരു ലേഖനമാണ് എഫേസ്യ ലേഖനം. ആ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ആ കുറുവാക്യമായിട്ട് വായിച്ചത് ഇങ്ങനെ വായിക്കുക: ഒടുവിൽ കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ദൈവമായുസ്സും ആരോഗ്യ അവസരം തന്നാൽ PYP അംഗങ്ങളും ചുമതലപ്പെട്ടവരുമെല്ലാം വരുന്ന 3-4 വർഷം പ്രവർത്തിക്കുക. അതുകൊണ്ട് പ്രവർത്തിക്കാൻ സജ്ജരായി നിൽക്കുന്ന നിങ്ങളോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ വചനത്തിൽ നിന്ന് പറയാനുള്ള സന്ദേശം, വെറുതെ ഇറങ്ങി പ്രവർത്തിക്കരുത്. കർത്താവിലും അമിത ബലത്തിലും ശക്തിപ്പെട്ട് പ്രവർത്തിക്കണം.
ദൈവം കൂടെ ഇരിക്കും. അപ്പൊ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുവീൻ. നമുക്കറിയാം ലേഖനം 6 അധ്യായമാണ്. 1-ാം അധ്യായം നമ്മുടെ തെരഞ്ഞെടുത്ത വിഷയമാണ്. 2-ാം അധ്യായം തെരഞ്ഞെടുത്തവരെ കൊണ്ടിരുത്തി സ്വർഗത്തിൽ. 3-ാം അധ്യായം ക്രിസ്തുവേശുവിൽ കൂടിയുള്ള അപ്രമേയ ധനം. 4-ാം അധ്യായം 5 വിധത്തിലെ ശുശ്രൂഷകന്മാര്. 4:11 അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. 5-ാം അധ്യായത്തിൽ ആത്മനിറവ, ആത്മാവ് നിറഞ്ഞവരായി. അങ്ങനെ 5:15 മുതൽ താഴോട്ട്. 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടം. അങ്ങനെ പോരാട്ടത്തോടുള്ള ബന്ധത്തിൽ 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുക, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം. അധികം വിശദീകരിക്കുന്നില്ല. ഇത് എഫെസോസിലുള്ള വിശുദ്ധന്മാരോട് പറയാൻ കാരണം, നമുക്കറിയാം വേദപുസ്തകം പഠിപ്പിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്നത് എവിടെ നിന്നോണ്ടാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ പഠിത്തമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങളെല്ലാം നല്ല പഠിച്ചിരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം എഫെസോസ് സഭയുടെ ആരംഭം, എന്റെ ഭാഷയ, പോരാട്ടങ്ങളുടെ നടുവിലാ സഭ ആരംഭിക്കുന്നത്. പൗലോസിന്റെ മിഷണറി യാത്രയിൽ എഫെസോസ് വന്നു. അവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവര് പറഞ്ഞു, കുറച്ചു നാള് ഞങ്ങളുടെ കൂടെ ഒന്ന് പാർക്കണം. പൗലോസ് പറഞ്ഞു, ഇപ്പോൾ സാധ്യമല്ല, പോവുക, ദൈവം അവിടെ പിന്നെ വരാം. പൗലോസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ 18-ാം അധ്യായത്തിന്റെ 24 വായിക്കുന്നത്, അപ്പൊല്ലോസ് എന്ന് പേരുള്ളവര് എഫെസോസ് വന്നു. അലക്സാണ്ട്രിയക്കാരനാ. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത് ദൈവരാശി ഒന്ന് വായിക്കാമോ? 18-24 ഇടത്ത് വശത്ത് താഴെ കണ്ണിക തുടങ്ങുന്നത് വായി. അപ്പോൾ അപ്പൊല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. വാക്വൈഭവമുണ്ട്. ഉപദേശ വിഷയത്തിൽ വലിയ ഗ്രാഹ്യമില്ലെങ്കിലും വാക്വൈഭവമുണ്ട്. പിന്നെ പുള്ളിയുടെ ഒരു ക്വാളിറ്റി, നല്ല എരിവുള്ളവൻ. എരിവ വചനത്തിൽ അഗാധ്യം ആദ്യത്വം ഇല്ലെങ്കിലും നല്ല എരിവുള്ളവനാ. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുമുണ്ട്. ചിലർക്ക് നല്ല എരിവ, വേദപുസ്തകത്തിലെ ഉപദേശമൊന്നും അറിയാൻ. ചിലർക്ക് ഭയങ്കര ഉപദേശമാ, ഒരെരിവും പുളിയില്ല. 2 ടൈപ്പും ഉണ്ട്. മേഖലാ PYP ചിലപ്പോ കാണാൻ സാധ്യത പേടിക്കണ്ട, 4 വർഷം കിട്ടും. ഈ അപ്പൊല്ലോസിന്റെ വിശേഷത, തിരുവചനത്തിലെ ഉപദേശ വിഷയങ്ങളൊന്നും വലിയ ഗ്രാഹ്യമില്ലെങ്കിലും, നന്നായിട്ട് അറിയത്തില്ലെങ്കിലും ആത്മാവിൽ എരിവുള്ളവൻ. അവൻ വന്ന മോചന യഹൂദന്മാരുടെ പള്ളി കയറി പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അക്കിലാവും പ്രിസ്കില്ല ഇരിപ്പുണ്ട്. അപ്പൊ യവന്റെ ചൂട് ചൂട് ഉശിര് ഉന്മേഷവും പ്രസരിപ്പും ആ പ്രസംഗത്തിന്റെ പാഠവും ചടുലതയൊക്കെ കണ്ടപ്പം അവർക്ക് പിടികിട്ടി ഇവൻ വേലയ്ക്ക് കൊള്ളാം. അതുകൊണ്ട് അപ്പൊല്ലോസിനെ അക്കിലാവും പ്രിസ്കില്ലേക്ക് ചേർത്ത് ഇവിടെ PIBയുടെ പല പ്രോഗ്രാമുകൾ കാണിച്ചു. സന്തോഷം തോന്നി. നിങ്ങളോടൊരു ഒരു 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 ആലോചനയും കൂടെ പറയുകയാണ്. കർത്താവിൽ ആരെങ്കിലും പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ മേഖല നോക്കരുത്, സെന്റർ നോക്കരുത്, ഏരിയയും നോക്കണ്ട. അതിന് വേണ്ട കൈത്താങ്ങൽ കൊടുക്കണം. ഒരു വല്ലാത്ത കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെല്ലാം ബഹുമാനപ്പെട്ട കർത്തദാസൻ ചുരുങ്ങിയ സമയം കൊണ്ട്, ഞാൻ കേട്ടു, ചുരുങ്ങിയ സമയം കൊണ്ട് നന്നായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ഭാഷ പറഞ്ഞാൽ തലയ്ക്കകത്ത് ആളതാമസമുള്ളവർക്ക് പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ, ഇനി എന്റെ ഭാഷയാ, അവന്റെ കാശോ നിലപാടോ ഒന്നും നോക്കരുത്, നിറം നോക്കരുത്, നിലപാട് നോക്കരുത്, പണം നോക്കരുത്, പ്രതാപം നോക്കരുത്, കുടുംബശ്രേഷ്ഠതയും നോക്കരുത്, വിദ്യാ നിപുണത അത് നല്ലതാ, പക്ഷെ അത് മാത്രം നോക്കരുത്. അവൻ ഇടപാടുകളൊന്നും അല്ല നോക്കേണ്ടത്. അവൻ നെടുപ്പമുള്ളവനാണോ, നെടുപ്പം കുറഞ്ഞവനാണോ, ഇരുനിറമാണോ, വെളറിയതാണോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ നമ്മളാ ലാഭം വിധം അവനെ ചേർത്തണച്ച് കൈത്താങ്ങൽ കൊടുത്ത് അവൻ കർത്താവിൽ പ്രസിദ്ധനാകട്ടെ. അഖിലാവന പ്രസിദ്ധിലേക്ക് ഈ വെളിപ്പാടുണ്ടായി. അവര് അപ്പൊല്ലോസിനെ കൂടെ, അതുകൊണ്ട് തന്നെ ഉപദേശ വിഷയം ശരിക്കും പഠിക്കും. അങ്ങനെ പഠിച്ച അപ്പൊല്ലോസ് മിടുമിടുക്കനായി. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 19 പഠിക്കുമ്പോൾ അപ്പൊല്ലോസ് ഗുരുതിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിൽ ശിഷ്യന്മാരെ കണ്ടു.
മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ വിശ്വാസികളെ കണ്ടു. ആദിമസഭയ്ക്ക് ശിഷ്യന്മാരെന്നാണല്ലോ പേര്. ചോദിച്ചു, നിങ്ങളെല്ലാം വിശ്വാസികളാണ്? ഇന്നത്തെ ശൈലി വെച്ചാൽ ഞാൻ പറയുന്നത് വിശ്വാസികളാണ്. ഉടനെ അവര് പറഞ്ഞ ആണോ, ഞങ്ങളല്ലേ കോട്ടയത്തെ ആദ്യം. പിന്നെ കോട്ടയത്ത് വേല തുടങ്ങിയപ്പോഴേ ഞങ്ങളുടെ വല്യപ്പച്ചനുമല്ല, ഞാൻ പേര് ഒന്നും പറയുന്നില്ല, വീട്ടുപേര് ഒന്നും പറയുന്നില്ല. കാരണം അസ്വസ്ഥത വന്നാൽ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങ് മറന്നു പോയിട്ടൊന്നുമല്ല. അപ്പൊ ചോദിക്കുക, അവന് സ്തോത്രം. ഞങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ ആൾക്കാരാ, പഴയ ആൾക്കാരാ. പിയമ്പിലും അവരുടെ പിതാവ് കൊടിമല മത്തായിച്ച വന്ന കാലത്ത് ഉള്ളവരാ ഞങ്ങള്. അത് നിരീരിക്കലെ പാസ്റ്റൊക്കെ ഉള്ളപ്പം ഒന്നുകൂടെ പറഞ്ഞ മന്തക്കുഴി ജോണ്, MM ജോണ്, എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. ആരംഭകാലം മുതൽ ഞങ്ങൾ വിശ്വാസികളാണ്. അപ്പൊ ചോട്ടാട് വിശ്വാസത്തിലൊക്കെ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഉടനെ അവര് പറയാ, ഉണ്ടെന്ന് പോലും ഞങ്ങള് കേട്ടില്ല. ഏതായാലും നമ്മുടെ ആൾക്കാർ അങ്ങനെ തീർന്ന് പറയത്തില്ല. ഉണ്ടെന്ന് പോലും ഉണ്ടെന്നറിയാം, പക്ഷെ ഞങ്ങള് ചെല്ലു പറയും, ഞങ്ങള് മാങ്ങാന ജോസഫിന്റെ കാലത്ത് പ്രാപിച്ചതാ. ഒരിളക്കമൊക്കെ ഉണ്ടായി. പിന്നെ അതങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ഒരു ചൊല്ലുണ്ടായിരുന്നു. മാങ്ങാന ജോസഫ് വന്നു, അഭിഷേകം പ്രാപിച്ചു. മാങ്ങാന ജോസഫ് പോയി, ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം പറയാം, ഇവരുണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. ചോദിച്ചു, സ്നാനമേതാ? ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് തെളിയിച്ച് അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരെല്ലാം അന്യഭാഷ പറഞ്ഞ് പ്രവചിച്ച്, നമുക്കറിയാം 12ഓളം പുരുഷന്മാർ. അവരുമായിട്ട് സഭ ആരംഭിച്ചു. ഇങ്ങനെ എഫെസോസുകളുടെ സഭയുടെ ആരംഭം. അധികം ആളൊന്നുമില്ല, പക്ഷെ ഉള്ള 12 എണ്ണോ അഭിഷേകം പ്രാപിച്ചത്. സ്തോത്രം. PIPയുടെ എക്സിക്യൂട്ടീവിൽ അധികം ആളൊന്നും ഇല്ലേലും ഉണ്ടേലും നല്ലതാ, പക്ഷെ ഉള്ളതെല്ലാം അഭിഷേകം പ്രാപിച്ചതായിരിക്കണം. ആമൻ. അഭിഷേകത്തിൽ നിറഞ്ഞവരായിരിക്കണം. എല്ലാ ഡിസ്ട്രിക്റ്റിലും, എല്ലാ സെന്ററുകളിലും, എല്ലാ ലോക്കൽ സഭയിലുമുള്ള സകല PYP അംഗങ്ങളോട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് അറിയപ്പെടാനുള്ള സന്ദേശങ്ങളിൽ ഒന്ന്, എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരായിരിക്കണം. വാദ്യ ഉപകരണങ്ങളുടെ താളവും മേളവും കൊടുക്കുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്നതല്ല അഭിഷേകം. സ്തോത്രം. ഇപ്പോഴത്തെ അഭിഷേകമെല്ലാം കരണ്ട് പോകുമ്പം മൂലമറ്റത്ത് എന്തെങ്കിലും ഓഫാക്കിയാൽ നമ്മുടെ അഭിഷേകവും മൂലമറ്റത്താന്നോടാ അഭിഷേകം ഇരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തീരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകും. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തമ്മു നിത്യം പോറ്റുന്നവൻ. അതികളൊഴിച്ചെന്നെ കാക്കുന്നവൻ ഭക്ഷണാദികൾ തമ്മു നിത്യം പോറ്റുന്നവൻ. നീതി വഴിയിൽ നടത്തിക്കൊണ്ടു വരുന്നവൻ ജീവനായകനെ. ജീവനായകനെ.
എനിക്കവനല്ല ആയവൻ എൻ 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 ജീവനായകനേ ലേ 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 ലൻ ജീവനായകനേ ലേ 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 ലൻ ജീവനായകനേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ചുമതലപ്പെട്ടവര് 9:30 വരെ എടുക്കോളാം പറഞ്ഞു. അത്രയും വേണ്ട. പണ്ട് ഞങ്ങളുടെ ഒരു വീട്ടിലെ കുഞ്ഞുനാട്, ഞാനെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കുഞ്ഞുനാടിന്റെ പണ്ട് കാലമല്ലേ അമ്മ ചോറ് വളർത്തുക, നല്ല തവിക്കണക്കിന് ചിരട്ട തവി നല്ലത്. അപ്പം എന്തുവാ സദ്യയിൽ വിളമ്പ് കിട്ടുന്നത് കണ്ടത് സ്റ്റീൽ തവി എന്ന് പറയണം. അപ്പൊ അമ്മ ചിരട്ട തവിക്ക് വിളമ്പുക. അപ്പം പൊടിക്കുഞ്ഞുണ്ട്, അവൾക്ക് ചെറുതാണ്, 3 വയസ്സ് കാണും. അപ്പൊ പണ്ട് കാലത്ത് വിളമ്പുമ്പോ അമ്മ അപ്പന് വിളമ്പി മാറ്റി. പണ്ടൊക്കെ അങ്ങനെ. ഇപ്പൊ അപ്പനോട് വിളിച്ച് പറയാം തട്ടദോശ അടിച്ചു വെച്ചു അമ്മ. അപ്പൊ അമ്മ ആദ്യം അപ്പന് വിളമ്പി വെച്ചു. അപ്പൊ ഈ കൊച്ചടുത്ത് നിന്ന് ഓരോരുത്തരും വിളമ്പിൽ നിന്ന് ചോദിച്ചു, ഇതാർക്കാ? അത് ലളിതയ്ക്ക് ചേടുത്തിയ. ഇതാർക്കാ? അത് ശ്യാമള. ഇതാർക്കാ? അത് ലീലാന്ന്. പഴയ ഭാഷ. ഈ കൂനയാർക്കാ? കൂന. പഴയ അമ്മമാര് ഈ കൂനയാർക്കാ? അപ്പൊ അമ്മ പറഞ്ഞത് അച്ഛൻ. ഈ ഇച്ചിന് വിളമ്പി വെച്ചേക്കുന്ന ആർക്കാ? അത് മോന്. ഞാൻ പറഞ്ഞു, എന്നാ ഇച്ചിരിയും കൂടെ എടുത്ത് ആ കൂനയ്ക്ക് കൊടുക്കുക. അതുകൊണ്ട് എനിക്ക് 9:30 വരെ വേണ്ട. അതിനു മുമ്പ് ഞാൻ ഇച്ചിരിയും കൂടെ എടുത്ത്. അപ്പൊ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എനിക്ക് നിങ്ങൾക്ക് ആവശ്യം ആത്മ നിറവാണ്. എഫെസോസ് സഭയുടെ ആരംഭം അങ്കുലീവരിതമായ 12 പേരുള്ളു. പക്ഷെ 12 പേരും അന്യഭാഷ പറയുന്നവരും പ്രവചിക്കുന്നവരും ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ്. എന്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, കോട്ടയം മേഖലയിലെ എല്ലാ ബഹുമാന്യ PYP അംഗങ്ങളും അന്യഭാഷ പറയുന്നവരും പ്രവചിക്കുന്നവരും കൃപാവരത്താൽ നിറയപ്പെടുന്നവരുമാണെങ്കിൽ ഈ മേഖലയെ ദൈവം വളർത്തും. ആത്മാക്കളെ ദൈവം തരും. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം സാധ്യമാക്കി തരും. നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. 12 പേര് ശക്തമായി പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിൽ നിരവധി പ്രിയപ്പെട്ടവർ രക്ഷാനിർണയം പ്രാപിച്ചു. ഓടിച്ചൊന്ന് 2 കാര്യം പറയാം. എഫെസോസിന്റെ 1-2 രീതികൾ പറയാം. 3 വർഷം പൗലോസ് എഫെസോസിൽ പ്രവർത്തിച്ചു. 3 കൊല്ലം തുടർമാനം. ആ 3 കൊല്ലത്തിലെ പ്രവർത്തനത്തില് ഈ 3 കൊല്ലം പൗലോസ് പ്രവർത്തിച്ചത് കൊണ്ട് അദ്ദേഹം പോയത് കൊണ്ട് പറയാം, പാസ്റ്റർമാരെ എല്ലാം 3 കൊല്ലം കിട്ടുന്നത് നല്ലൊരു ചിന്ത ചോദിച്ചതേ ഉള്ളൂ. 3 കൊല്ലം പ്രവർത്തിച്ചു. ചില സഭയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 3 ഇരുത്തുമുള്ളൂ. അങ്ങനെ എന്തെയോ അല്ലേ? 3 ഉള്ളൂ, 3 വർഷം. ചിലര് പിന്നെ അവിടെ പമ്മി കൂടി ഇരിക്കാൻ നോക്കുന്നുമുണ്ട്. ചില ആൾക്കാരെ ചട്ടം കെട്ടി വശത്താക്കി വശീകരിച്ച് എന്ന് ഞാൻ പറയുന്നില്ല. 3 കൊല്ലം പൗലോസ് എഫെസോസിൽ പ്രവർത്തിച്ചു. ആ 3 കൊല്ലത്തിലെ പ്രവർത്തനം നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. 2 കൊല്ലം ബൈബിൾ ക്ലാസ് എഫെസോസ് ചോദിച്ചാൽ 2 കൊല്ലം. ആ 2 കൊല്ലം ബൈബിൾ ക്ലാസ് ആണ്ടിലൊന്നും മാസത്തിൽ 3 കൊല്ലം ദിനം പ്രതി.
തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി ദൈവവചനം പഠിപ്പിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, നാം നിലനിൽക്കണമെങ്കിൽ, മുൻപോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വചനം കൊണ്ട് നിറയണം. ദൈവവചനം ശരിക്കും പഠിക്കണം. തെറ്റിദ്ധരിക്കരുത്. ആദിമ പെന്തിക്കോസ്തിന്റെ കേരളത്തിലെ ആരംഭകാലത്തൊക്കെ വിശേഷിച്ച് IPCയോട് ബന്ധപ്പെട്ട് പറയാൻ സന്തോഷമുണ്ട്. ഇത് നന്നായിട്ട് പോയത്, നന്നായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. വന്ന് പഴയ അപ്പച്ചന്മാരൊക്കെ വന്ന് 1-2 മാസവും 12 ക്ലാസ് പഠിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് പഴയ ആൾക്കാർക്കൊക്കെ നല്ല പിട്ടമാ വചനത്തിൽ. ഇപ്പോഴോ ഇപ്പൊ ബൈബിൾ ക്ലാസ് വെച്ച ആള് വരികയല്ലോ. ഉണർവ് യോഗത്തിന് ഭയങ്കര ആളും തെള്ളോ മേളോ ബഹളവും ഒക്കെയാ. ഈ ചാട്ടവും ബഹളവും ഒക്കെ ആരോഗ്യമുള്ളപ്പോഴേ ഉള്ളൂ. ആരോഗ്യം വന്നാലും പോയാൽ പിന്നെ തുള്ളാനൊക്കെ. പക്ഷെ അന്നാരും ധൈര്യത്തോടെ ഇരിക്കണമെങ്കിൽ അകത്ത് തിരുവചനം ഉണ്ടായിരിക്കണം. സങ്കീർത്തനക്കാരൻ പാടുക, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദി, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞു. പാടാൻ മയ്യതിരിക്കുന്നോണ്ട് പാടാതെ എങ്ങനെയാണ് ചിന്താഭാരമുണ്ട്. ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാനെന്ന് താൻ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനമാൻ നിറഞ്ഞിടുന്നു. എന്റെ നന്മകൾ എന്തിന് ഞാൻ പകരം പലരിലും ആനന്ദമേ ക്രിസ്ത്യ ജീവിതം, ആശ്വാസം അതേ സമയത്ത് ഭയപ്പെടുന്നു. പ്രിയരെ, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞു. 2 വർഷം പൗലോസ് ബൈബിൾ ക്ലാസ് എടുത്തു. തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയാം, സഭയിൽ നന്നായിട്ട് ദൈവവചനം പഠിപ്പിക്കണം. നന്നായിട്ട് പഠിപ്പിക്കണം. ചാടിത്തുള്ളി പോയാൽ കാര്യം നടക്കുകയല്ല. 2 വർഷം പഠിപ്പിച്ചു. അതുകൊണ്ട് അവിടെ ഉള്ളവരെല്ലാം വചനം നന്നായിട്ട് പഠിച്ചു. പിന്നെ 1 വർഷം നന്നായിട്ട് പ്രവർത്തിച്ചു. അതെന്റെ ശൈലി പറയാം, നല്ല പ്രവർത്തനമാണ് പൗലോസ് ചെയ്തത്. ഞാനതെല്ലാം കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 28 പോയിന്റ്. ഒന്നും പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, നേരെ പോയ നേരത്തെ ഞാൻ 28 പറയാൻ. 1-2 കാര്യം ഓടിച്ച് പറയാം, വാക്യമൊന്നും വായിപ്പിക്കുന്നില്ല. ആ അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം പഠിക്കുമ്പോൾ പൗലോസിന്റെ പ്രവർത്തനം PYPക്കാർക്ക് ഒരു മാതൃകയായിക്കോട്ടെ. എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. കണ്ടവരോട്, കണ്ട സ്ഥലത്തെ, വഴിവക്കത്തെ, പുഴവക്കത്തെ, മെനക്കെടാതെ, വീട് തോറും, പരസ്യമായി, രഹസ്യമായി, ചെറിയവരോടും വലിയവരോടും. നല്ല മെത്തേഡാണ്. ആരെ കണ്ടാലും സുവിശേഷം പറയണം. അല്ല, ആരെ കണ്ടാലും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിനെതിരാവും. ഞാൻ ദൈവത്തിന്റെ മഹാകൃപ കൊണ്ട് ധാരാളം മരണ വീടുകളിൽ സമയം കണ്ടെത്തി. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും മറ്റ് ബന്ധപ്പാടൊക്കെ ആണെങ്കിലും മാറ്റി വെച്ച് സമയം കണ്ടെത്തി. അതിന് പല കാര്യമുണ്ട്. ബന്ധുക്കോസുകാരുടെ മാത്രമല്ല, സമയം കിട്ടിയ ഇവിടെ ഞങ്ങളുടെ കട്ടപ്പന ചേത്തുകുടി IPC യോഗം കഴിഞ്ഞ് വരുമ്പോ മതിയില്ലേ 8-ാം മൈലിൽ പറയാം, അണക്കരയ്ക്ക് പുറം ഒരു മരണ വീട് വണ്ടി പറഞ്ഞു. നമ്മൾ രാത്രി 12 1 മണിയായപ്പോൾ വണ്ടി നിർത്തി. അപ്പൊ അവരുടെ മൈക്ക് വെച്ചുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞോ കുറച്ച് പേര് വണ്ടി നിർത്തിയപ്പോ ഞാനിതുപോലെ എന്നെ ഇറങ്ങി ചെന്നപ്പോൾ ഡെഡ്ബോഡി കണ്ടപ്പെട്ടവർ കണ്ടുവെച്ച് ഞാൻ തിരിച്ചിങ്ങോട്ട് ഇറങ്ങിയപ്പോ മലങ്കര കത്തോലിക്കര ആ സഭയുടെ പ്രധാന പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ച് പോകാതെ. ഞാൻ പറഞ്ഞു, ഒരുപാട് രാജ്യം മരണവീടല്ലേ കാല. അപ്പൊ പുള്ളി പറഞ്ഞു, ഇല്ല പാസ്റ്റർ പ്രസംഗിച്ച് കൊണ്ടപ്പെടാ മൈക്ക് ശരിയാക്കി. അവൻ പോയി. വേറെ ആരാണ്ട് അറിയാവുന്നവർക്ക് തന്നതല്ല എനിക്ക് എന്റെ കൊണ്ടുവന്നത്. പാസ്റ്റർ പാട്ട് പാടി
പ്രസംഗിച്ചു പോയാണ് അത് ഞങ്ങൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ഇതാ: യേശു ക്രിസ്തു രക്ഷകൻ. യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ രക്ഷയില്ല. മറ്റു കാര്യങ്ങളൊന്നും അത് നല്ല പരിവർത്തനം ചെയ്യുമ്പോൾ കർത്താവിന് മകത്ത് ഞാൻ ഈ മരണ വീട്ടിൽ പോകുന്നതിന്റെ ഒരു കാരണം, എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ മിക്കവരും തരും. കിട്ടുകയാണെങ്കിൽ ഒരു വാക്ക് പറയും: യേശു ക്രിസ്തു രക്ഷകൻ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. അത് പറയുന്ന തിയോളജി ഒന്നും പഠിക്കണ്ട, അതിന് കുമ്പനാട്ടും പോകണ്ട, പുനലൂരും പോകണ്ട, സ്വന്തം മണക്കാലയിലും പോകണ്ട. അവിടെ പോയാൽ മിക്കവരും പറയുന്നുമില്ല. എല്ലാരും അല്ല, മിക്കവരും പറയുന്നില്ല എന്നുള്ളതാ സത്യം. പക്ഷേ എന്റെ സഹപടന്മാരോട് ദൈവമക്കളോട് പറഞ്ഞ ഒരവസരം നിങ്ങൾക്ക് കിട്ടിയാൽ ഒറ്റ വാക്ക് പറ: യേശു നിന്നെ രക്ഷിക്കും. യേശു ക്രിസ്തുവിൽ കൂടിയ രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. മരണവീട്ടിൽ പോകുന്നതിന്റെ ഒരു കാരണം അതാ. അവസരം കിട്ടിയാൽ നമ്മൾ അന്നേരം പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നപ്പോൾ പറഞ്ഞ കാല് കൊട്ടു വന്നു. കാല് മരണ വീട്ടിൽ പറഞ്ഞാൽ കാല് കൊട്ടുപോകും. പിന്നെ പറയേണ്ടത് പോലെ പറയാം. സ്തോത്രം. ഇന്നാളൊരാൾ വന്ന് പറഞ്ഞപ്പോ ഞാൻ അതേ പുള്ളിയോട് പറഞ്ഞു, മൈക്ക് ഓഫ് ആക്കിയിട്ട് പുള്ളി മുറിക്കാതിരുന്നവരെ കേട്ടോടല്ലോ. അപ്പൊ ഒരു വാക്ക് പറയാം: യേശു രക്ഷിക്കും. പൗലോസിന്റെ മെത്തേഡ് കണ്ടവരോട് ചന്തസ്ഥലത്ത്, വഴിവക്കത്ത്, പുഴവക്കത്ത് മെനക്കെടാതെ വീട് തോറും പരസ്യമായും രഹസ്യമായും എന്തിനേറെ ചെറിയവനോടും വലിയവനോടും. അതെന്നെ ഒത്തിരി ചലഞ്ച് ചെയ്ത വിഷയം. ആ ചെറിയവനോടും നമ്മുടെ സുവിശേഷ പ്രവർത്തകരൊക്കെ ബഹുമാനിക്കുന്നു, അങ്ങേയറ്റം ആദരിക്കുന്നു, പ്രവർത്തനം ടീം വർക്ക് എന്നാ പറഞ്ഞത്. ടീം അതിനകത്ത് നല്ല ലഘുലേഖകളൊക്കെ ഉണ്ട്. പണ്ടുണ്ടായിരുന്ന തമ്പിയുടെ ഹൃദയം, ഈ അടുത്ത കാലത്ത് ഒന്ന് കണ്ടു സണ്ണിയുടെ ഹൃദയം. ശാമ്പാസ് കണ്ടോ സണ്ണിയുടെ ഹൃദയം? ഞാൻ കണ്ടു സണ്ണിയുടെ ഹൃദയം, തമ്പിയുടെ ഹൃദയം, സണ്ണിയുടെ ഹൃദയം. ലഘുലേഖ തകരുന്ന കപ്പൽ നീ എങ്ങോട്ട്. നല്ല ലഘുലേഖകളാണ്. അപ്പം ഇതുമൊക്കെ ആയിട്ട് ഈ രണ്ട് പേര് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പം ഈ പ്രവർത്തനമല്ലേ, ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുമുണ്ട്, വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ രണ്ട് പേര്, ഒരാൾ പറയും നമുക്ക് ആ വീട്ടിലോട്ട് കയറാം. പിന്നെ കൂടെ ഉള്ളത് നമ്മുടെ കൂടെ നേരത്തെ ഇരുന്നിനകത്ത് പോകുന്നവർ പറഞ്ഞില്ല നമുക്കൊന്ന് കയറാം. അവരവിടെ പോകുന്നത് നമ്മുടെ കൂടെ ഒന്നും വീട്ടിയായില്ല. അല്ല, എന്നാലും നമുക്കൊന്ന് കയറാം. വന്നാലോ സാധ്യത കുറവാണ്. ഇല്ല കയറാൻ പട്ടി കാണും, കുഴപ്പമില്ല. പൊണ്ണെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ടായി. എന്നാലും സെക്യൂരിറ്റി സമ്മതിക്കുകയല്ല. ഇങ്ങനെ ഒത്തിരി ഉമാറി പറഞ്ഞിട്ട് പറയും കേറുന്ന നല്ലതാ, പക്ഷെ വരത്തില്ല. വന്നാൽ നമ്മുടെ സഭയ്ക്കൊരു അസറ്റായിരുന്നു. ഏതാ വലിയ വീട്ടുകാർ വരികയായിരുന്നെങ്കിൽ അസറ്റാ സഭയ്ക്ക്. വരത്തില്ല. ഉടനെ നിരാശയോടെ ദൈവം പ്രവർത്തിക്കും. ഇച്ചിരി അങ്ങോട്ട് ചെല്ലുമ്പം റോഡ് സൈഡിലെ പുറമ്പോക്കിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്റെ ഭാഷയാണ്. ഓല കൊണ്ട് മറച്ച്, അല്ലെ ചണച്ചാക്ക് കൊണ്ട് മറച്ച്, പഞ്ഞിപ്പലക മറക്കടിച്ച് ചെത്തിയൊക്കെയാ. വീട്ടിയുടെ തേക്കിന്റെ കഥകും കഴിക്കാൻ ഞെക്കുമ്പോ അകത്ത് കേൾക്കുന്ന വെല്ലുമൊന്നുമില്ല. റോസ് വെച്ചേക്കുന്ന കാപ്പിക്കമ്പ് ഇന്നത്തെ എല്ലാവർക്കും പിടികിട്ടുക അനുഭവിച്ചവരുണ്ട്. പനയോല കൊണ്ടാ പെര മേഞ്ഞേക്കുന്നത്. ചെറിയ വീടുകളാ, ആനമായ പെര, ചാണകം തളിച്ച് മെഴുകിയതാ. ഉടനെ ഈ പ്രവർത്തകര് ആത്മഭാരക്കാര് പറയും എന്നാ നമുക്ക് അങ്ങോട്ട് കയറാം. ഉടനെ മറ്റേ അത് നിങ്ങൾ വന്നിട്ടില്ല, നമ്മൾ പിന്നെ ആരെ ഗുണപ്പെടുത്താൻ നടക്കുക. ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? അതോ എന്നെ പൊട്ടം കളിപ്പിക്കുക? നമ്മൾ ആരെ ഗുണപ്പെടുത്താനാണ് നടക്കുന്നത്?
മറ്റവര് വന്നാൽ നമ്മുടെ സഭയ്ക്ക് ഒരു അസറ്റ്. പക്ഷെ അവർ വരികയല്ല. ഇവര് വരാൻ താല്പര്യമുള്ളവരാ, പക്ഷെ വന്നിട്ട് വലിയ നമ്മളിവിടെ ഘോരഘോരം പറയുന്നത് പ്രവർത്തനത്തിന് ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ എടാ 5 വരാനിരിക്കുക, നീ സഭയെ ചേർക്കുമോ? 5 വരാനിരിക്കുക. ജോലി കാണുകല, ഇപ്പൊ കൂലിയും കാണുകല, വീടും കാണുകല, നിറവുമില്ല, കളറുമില്ല, സമ്പത്തുമില്ല, ചേർക്കുമെന്ന എന്റെ ചോദ്യം. ഇത് പറയാതെ ഒറ്റ PhD-കാരെ വിടുകയല്ല. മറ്റവര് വന്നാൽ നമുക്ക് പ്രയോജനമാണ്, വരികയല്ല. ഇവരാണ് വന്നിട്ടോട്ട് അല്ല. ഞാൻ എന്നെ പ്രതിയാക്കി പറയാ, ഇന്ന് രാത്രി ഒന്ന് സ്വയശോധന ചെയ്യ്. നമ്മുടെ ആത്മഭാരം ശരിയായ ആത്മഭാരമാണോ? നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത് ശരിയായ ആത്മഭാരമാണോ? ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമാണോ? അതിനാണോ ഈ കാട്ടിക്കൂട്ടുന്നത്? നല്ല മനസ്സോടെ നല്ല ഉദ്ദേശത്തോടാണെങ്കിൽ ദൈവം അതിനെ തകർക്കത്തില്ല. ദൈവം അതിനെ വളർത്തും, ദൈവം അതിനെ ആദരിക്കും. എന്റെ സഹപഠന്മാരെ, ദൈവമക്കളെ, സഭയ്ക്കകത്ത് ചെറിയവനും വലിയവനും, കുലീനനും പണ്ഡിതനും ബ്രാഹ്മണനും കുചേലനും കുബേരനും ഉന്നതനും താഴ്ന്നവനും ധനവാനും ദരിദ്രനും വെളുത്തവനും കറുത്തവനും കഴിവുള്ളവനും കഴിവില്ലാത്തവരും സകല ആൾക്കാരും മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ മാർഗത്തിൽ വരണം. അതിനായിരിക്കണം PYP. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെ, പ്രത്യേക സമുദായത്തെ, പ്രത്യേക സംഘടനകളെ, പ്രത്യേക ഏരിയ പ്രോഗ്രാം നടത്തിയല്ല. അവ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അതാണ് യേശു ക്രിസ്തു. ബഹുമാനപ്പെട്ട രാജുവാനിക്കാട് ഭാഷക്കൊക്കെ അറിയാം, ചില സഭകളിലൊന്നും ചിലർക്ക് മെമ്പർഷിപ്പ് പോലും കൊടുക്കുകയില്ലെന്ന് ഞാൻ കേൾക്കുന്നു. കേട്ടിട്ടുണ്ടോ? ചില സഭകളിൽ മെമ്പർഷിപ്പിന് ചെന്നാൽ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കുകയല്ല മെമ്പർഷിപ്പ്. ഇവനെല്ലാം ഗുണപ്പെടുത്താനിരിക്കുക. മോനെ അങ്ങോട്ട് ഇറങ്ങാൻ പിടിക്കുന്ന മൈക്കുണ്ടോ? അതിനോട്ട് ഏതായാലും ഭരണം ഞാൻ വരുന്നു. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല, തേജോവധം ചെയ്തതല്ല. ഞാൻ ഒന്നാം പ്രതി ഞാനാ. നമ്മുടെ ആത്മഭാരം എങ്ങനെയിരിക്കുന്ന എല്ലാവരും ശോധന ചെയ്യുക. സ്വന്തമായിട്ട് വീടും ചുറ്റുപാടുമില്ലെങ്കിൽ സഭയ്ക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയല്ലെന്ന്. കാര്യം എന്നാന്ന് വിളിമ്പ് കണ്ടതിന് പിടി കിട്ടിയോ? ഇല്ലേ? കഴിഞ്ഞ് ഞാൻ പറയാം എന്ന് പറഞ്ഞ അവർക്ക് ബാധ്യതയാണ്. നീ ആണോ തമ്പിയുടെ ഹൃദയവുമായിട്ട് വെളുപ്പിനെ 5:30 ഇറങ്ങുന്നത്? എടാ, തമ്പിയുടെ ഹൃദയം അവിടെ ഇരിക്കട്ടെ, തങ്കച്ച നിന്റെ ഹൃദയം നന്നാകെ. നീ തമ്പിയുടെ ഹൃദയം ചൊവ്വപ്പെടുത്താതെ നമ്മുടെ ഹൃദയം ആദ്യം നന്നാകട്ടെ. സഭയ്ക്കകത്ത് ചെറിയവനും വേണം, വലിയവനും വേണം, പണ്ഡിതനും വേണം, പാമരനും വേണം, കുചേലനും കുബേരനും വേണം, കാശുള്ളവനും കാശില്ലാത്തവനും വേണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ വിധത്തിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഒരു സമർപ്പണത്തോടെ വേണം ഇവിടുന്ന് പോകാൻ. നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരുടെ സുവിശേഷം പറഞ്ഞു, ചെറിയവരോടും. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. പണ്ട് ഒരാൾ പറഞ്ഞതുപോലെ എന്നെ ഈ മേഖലക്കാര് വിളിച്ചു, സന്തോഷമുണ്ട്, ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പണ്ടൊരാൾ പറഞ്ഞല്ലോ, ഉണ്ടായിട്ടും കൊണ്ടൊന്ന് അപ്പനിട്ട് തല്ലി എന്ന് പറഞ്ഞത്. ഞാൻ ജനിച്ചത് പിന്നെ ആദ്യമായിട്ട് അപ്പനിട്ട് വന്നു. അങ്ങനെ തല്ല പുള്ളി അങ്ങ് തല്ലി, ഞാൻ പിന്നെ അങ്ങ് തല്ലി ഉണ്ടായിട്ട്. പക്ഷെ നമുക്കൊന്ന് സ്വയശോധന ചെയ്യണം. നമ്മുടെ ആത്മഭാരം ആത്മാക്കളെ കുറിച്ച് തന്നെ ആണോ? നശിച്ചു പോകുന്ന ആത്മാക്കളെ പറ്റി തന്നെ ആണോ? അതോ ചിലരെ മാത്രം ഉന്നം വെച്ചാണോ?
സകല ഹൃദയ രഹസ്യങ്ങളും അറിയുന്ന ഒരുവന്റെ മുമ്പിലാ ഇന്ന് രാത്രി ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അവിടുന്ന് ഉൾപോവുകളെ നിലവുകളെ ആരാകുന്നവനാ. അനാദിയായി ശ്വാശ്വതമായി നമ്മുടെ ദൈവമാ. അവിടുത്തെ ധന്യനാകുന്ന ഏകാധിപതികൾ അവൻ രാജാതിരാജാവ് കർത്താതി കർത്താവ് താൻ മാത്രം അമർത്യതയുള്ളവനാ. അവിടുത്തെ പാതപടത്തിലായിരിക്കുന്നത്. ഞാൻ ദീർഘമാക്കുന്നില്ല, പെട്ടെന്ന് നിർത്തുക. എല്ലാവരുടെയും സുവിശേഷം പറഞ്ഞു. സുവിശേഷം ആരോട് പറയാം? യേശു രക്ഷിക്കുന്നു. ഇഷ്ടമുള്ളവർ അംഗീകരിച്ചാൽ മതി. ഇത് മതമാറ്റം ഒന്നുമല്ല. ഒരു തള്ള പറയാം മതമാറ്റം, തള്ളക്ക് വാട്ടാന്ന്. ഇത് മതം മാറ്റമല്ല, കാര്യം പറഞ്ഞു കൊടുക്കുക. യേശു രക്ഷിക്കും. എങ്ങനെ അറിയാം? എന്നെ കണ്ടുപിടിക്കേ. എന്തിനാ നമ്മൾ എന്ത് ചെയ്താ നമ്മുടെ ആൾക്കാർ നമ്മളെ കണ്ടുപിടിക്കാൻ പറയുകയില്ല. നീ ഗാന്ധിജിയെ നോക്കണ്ട, നെഹ്റുവിനെ നോക്കണ്ട. അയലത്തുകാരോട് പറയാമല്ലോ, എന്നെ കണ്ട് നല്ല 5 ഇഞ്ചിന്റെ നെറ്റില് നമ്മളെ അയലത്തുകാരോട് പറയണ എന്നെ കണ്ടുപിടിക്കേ. വീട്ടിലുള്ളവരോട് പറ എന്നെ കണ്ടുപിടിക്കേ. ഉൾപ്പെട്ട് നിൽക്കുന്നവരോട് കണ്ടുപറ എന്നെ കണ്ട് പഠിക്ക്. ഇത് പറയാൻ നമുക്കൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. അതുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതില്ലാത്തവര് ഭാരപ്പെടണ്ട. ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്ക, യേശുവിനെ വെളിപ്പെടുത്തുവാൻ. 1-2 മിനിറ്റ് കൊണ്ട് നിർത്തുക. ഞാൻ പറയുന്നില്ല. കർത്താവിലും അമിതബലത്തിൽ ശക്തിപ്പെടാൻ പറയാനുള്ളതിന്റെ എഫെസ്യരോട് പറയാൻ കാര്യം 2-3 കാര്യം, അറിവുള്ള കാര്യമാണ്. ഒന്ന്, മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം. യെരമ്യാവിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ, പ്രവചന പുസ്തകത്തെ പറഞ്ഞാൽ, കണ്ട പച്ചമരത്തിന്റെ കീഴിലെല്ലാം ബിംബോ സ്തൂപോ സ്തംഭോ നാട്ടി ദൈവമല്ലാത്തതിനെ യാഗവും കഴിച്ച് കൈവേലകൾക്ക് വണക്കവും കൊടുത്ത്. മനസ്സിലായല്ലോ? അങ്ങനെയൊക്കെ സേവിക്കുന്ന മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം. മന്ത്രവാദികൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാര് വരെ മന്ത്രവാദിയാ. അങ്ങനല്ലയോ ദൈവദാസി? 19:13 വായിച്ച് യഹൂദന്മാര് വരെ മന്ത്രവാദികളാ. വേഗത്തിൽ വായിച്ചു നടത്താം. 19:13 വലതുവശത്ത് കണ്ണിക തുടങ്ങുന്നിടത്ത് മേളില്. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ. അപ്പം യഹൂദൻ വരെ മന്ത്രവാദി. അപ്പൊ പിന്നെ മറ്റുള്ളവന്റെ കാര്യം പറയണം. പ്രമാണമുള്ളവൻ മന്ത്രം ചെയ്യുക. അപ്പം എഫെസോസിന്റെ ഒരു രീതി മന്ത്രവാദികളുടെ കീഴിൽ 2, ധാരാളം മന്ത്രവാദികളുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ശുദ്ര പ്രയോഗം ചെയ്തിരുന്ന പലരും. അങ്ങനത്തെ പദമുണ്ട്. മതി. അപ്പൊ ശുദ്ര പ്രയോഗം ചെയ്തിരുന്ന പലരും. അപ്പം മന്ത്രവാദികളുടെ കീഴിലമാ 1. 2, ധാരാളം മന്ത്രവാദികൾ എഫെസോസിൽ. ഇനി എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഉള്ള മന്ത്രവാദികൾ. കോഴിയുടെ പടലിക്ക് പിടിച്ച് പെരക്കി ഓടുന്ന മന്ത്രവാദിയല്ല. അങ്ങനെയുള്ള ലൊട്ടിലൊടുക്കുണ്ട്. ഇത് ലൊട്ടിലൊടുക്കല്ല, പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികൾ. അതല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ പരസ്യം? മാന്ത്രിക വിദ്യകൾ. 3 വർഷത്തെ കോഴ്സ് പിന്നെയുണ്ട്. അപ്പൊ മന്ത്രവാദത്തിന്റെ ഗ്രന്ഥം വെച്ച് പഠിച്ച മന്ത്രവാദികളാണ്. മന്ത്രവാദത്തിൽ എന്റെ ഭാഷ ബിരുദവും ബിരുദാനന്തര ബിരുദവും. ഇവിടെ PIP അംഗങ്ങളെ പരിചയപ്പെടുത്തിയപ്പോ എല്ലാം നല്ല ബിരുദമുള്ളവരാ. ഇപ്പോ ഉള്ളത് ഈ പൊട്ട ഞാൻ മാത്രമേ. എന്നാൽ ഈ പൊട്ടനെ നിങ്ങൾ കേട്ടിരിക്കുന്നതിന് ദൈവത്തിന് മാത്രം നിങ്ങൾക്ക് നന്ദി. മന്ത്രവാദത്തിൽ ബിരുദമുള്ളവരാ മന്ത്രവാദികൾ. അപ്പൊ എഫെസോസിന്റെ പ്രകൃതി: 1, മന്ത്രവാദികളുടെ ഈറ്റില്ലം. 2, ധാരാളം മന്ത്രവാദി. 3, യഹൂദന്മാര് വരെ മന്ത്രവാദി. 4, പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികൾ. തീർന്നില്ല. അവിടെ ഒരു പ്രത്യേക ബിസിനസ് ശൃംഖലയുണ്ട്. ബിംബം ഉണ്ടാക്കിയിരിക്കുന്ന ദെമേത്രിയോസ് പറഞ്ഞ 3 അയാളുടെ നേതൃത്വത്തില ബിസിനസ്. ബിംബം യോവിൽ നിന്ന് വീണ ബിംബമാണ്. 6, അർത്തമീസിന്റെ വ്യാപാര ശക്തി. അർത്തമീസ് ഇങ്ങനെ
വലിയ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അർത്തമീസ് ഉണ്ട്, നിക്കറ്റും ഉണ്ട്. അർത്തമീസ് എല്ലാരും ജനങ്ങൾ വണങ്ങുക. എന്റെ അർത്തമീസ് അമ്മി എന്നീ അർത്തമീസ് ആരാന്ന് പിടികിട്ടില്ലോ? അപ്പോസ്തലപ്രവൃത്തി 12:19. നിങ്ങൾ ഉദ്ദേശിച്ച വേറെ ആയിരിക്കും, അതൊന്നുമല്ല. ഞാൻ പണ്ട് പിള്ളേര് പറഞ്ഞ അത് ഇത് അപ്പോസ്തലപ്രവൃത്തി 19 അർത്തമീസ്. അപ്പൊ അർത്തമീസിന്റെ വ്യാപാര ശക്തിയുള്ള ഘടമാണ്. ഒരു കാര്യം പറഞ്ഞ് നിർത്തുക, അതിലേക്ക് നോക്കുകയുള്ളു. മന്ത്രവാദികളുടെ ഈറ്റില്ലം, ധാരാളം മന്ത്രവാദി, യഹൂദന്മാര് മന്ത്രവാദി, പുസ്തകം വെച്ച് പഠിച്ച മന്ത്രവാദികൾ, ബിസിനസ് ശൃംഖല, വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ശൃംഖല, അർത്തമീസിന്റെ വ്യാപാരം. ഇപ്പോഴത്തെ അന്തരീക്ഷമായിട്ടൊന്ന് ചിന്തിച്ചോ. എല്ലാം വിശദീകരിക്കാൻ നമുക്ക് ഒക്കത്തില്ലല്ലോ, പ്രശ്നങ്ങളല്ലേ. നമ്മൾ വിശദീകരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ, അല്ലാത്തവരാര് വിശദീകരിച്ചാലും ഇല്ലേ. കെ എബ്രഹാം ഒരിക്കല് 3 കളറിനെ പറ്റി പറഞ്ഞു, അത് പ്രശ്നമായി. അതേസമയം താഴ്മണമടത്തിലെ ഒരു പയ്യനെ 3 കളർ പറഞ്ഞപ്പോ ഒരുത്തനും അല്ല. നിയമം, ഭയങ്കര നിയമം പാലിക്കുന്നവനുണ്ടല്ലോ. നമ്മളൊരു സുവിശേഷ യോഗമോ റാലിയോ നടത്തിയ റോഡിന്റെ സൈഡിൽ ഓരം ചേർന്നാ പോകുന്നത്. അതും വേറെ പുസ്തകം പോലും പലതിന്റെയും കയ്യിൽ ഇല്ല. മെയിൻ ആൾക്കാരോട്ട് വരത്തുമില്ല. മെയിൻ ആൾക്കാരും. അതേസമയം ഞങ്ങൾ കൺവെൻഷനൊക്കെ പോയിട്ട് പോകുമ്പോ കാണാം, റോഡ് നിറച്ച് ബ്ലോക്ക് ആക്കുക, റോഡിന്റെ നടുക്ക് ഡെസ്ക് ഇട്ടേച്ച ഓരോന്ന് വെക്കുന്നേ. ഓരോന്ന് പറഞ്ഞപ്പോ മനസ്സിലായല്ലോ. റോഡിന്റെ നടുക്ക് ഇതുപോലെ ഒടിമീശക്കാരൻ മുണ്ടും മടക്കി ഇവന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയതില്ലോ MC റോഡ്. അത് കണ്ടാൽ അങ്ങനെ തോന്നുക. അതിന് പ്രശ്നമില്ല. ഒരു ഭാവം പിടിച്ച് ഉപദേശി എവിടെ നിന്ന് 2 വാക്യം പറഞ്ഞാൽ 10 ദൈവമക്കൾ കൂടി കൈയടിച്ചാൽ പ്രശ്നമാ. ഇതൊക്കെ വരും, വരാതിരിക്കത്തില്ല. കർത്താവ് പറഞ്ഞല്ലോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷെ ഇതിന്റെ നടുവിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യം ആത്മാവിന്റെ ബലമാണ്. മന്ത്രവാദികൾ ഉണ്ടെന്ന് പറഞ്ഞ് പൗലോസ് പ്രവർത്തനം നിർത്തിയില്ല. എന്റെ ഭാഷക മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിനകത്ത് കൊണ്ട് സുവിശേഷം അറിയിച്ചു. സംഭവിച്ചത് മന്ത്രവാദികൾ യേശുവിനെ അറിഞ്ഞു. വചനത്തിലെ പ്രമാണം എന്നാന്നറിയാമോ? നീ അവരുടെ പക്ഷം ചേരുകല്ല, അവരും നിന്റെ പക്ഷം ചേരും. ചോദിച്ചു കൊള്ളുക, നമുക്ക് അവകാശമായി തരുവാൻ ദൈവം വിശ്വസ്തന. ഇന്ന് രാത്രി എന്റെ പ്രിയരെ, മന്ത്രവാദത്തെയും ആഭിചാരത്തെയും തകർക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. വന്നതുപോലെ തിരിച്ചു പോകരുത്. ആഭിചാരത്തിന്റെ ശക്തികളെ, മന്ത്രവാദത്തിന്റെ ശക്തികളെ, ബിംബാരാധനകളുടെ ശക്തികളെ, ദൂത്ത ശക്തികളുടെ മേൽ ഇന്ന് രാത്രി വിജയമെടുക്കുക. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി നമുക്ക് ആവശ്യം ആത്മാവിന്റെ ബലമാ. ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടുവി. കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടുവി. അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആഭിചാരത്തിന്റെ പോരികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ശുദ്ര പ്രയോഗങ്ങൾ, ദോഷ്ട വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അരികട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കരുത്. ഇന്ന് രാത്രി കോട്ടയം PYP മേഖല ദൈവദാസന്മാര്, സഹോദരന്മാര് വന്നതുപോലെ പോകരുത്. ഇന്ന് രാത്രി ആത്മാവിൽ ബലപ്പെടുക. എല്ലാ പോരുകൾ ഇന്ന് രാത്രി അടിക്കട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ദൈവകൃപ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഓ ദൈവത്തിന് മഹത്വം കൊടുക്ക്, ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഇന്ന് രാത്രികള് അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്ക്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, കർത്താവിലും അമിതബലത്തിലെ ശക്തിപ്പെട്. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി. ആ ക്ലോക്കിൽ നോക്കില്ല പ്രസംഗിച്ചതല്ല 9:30 2 മിനിറ്റ് ശരിയാണ്. എന്നെ ക്ഷണിച്ചതിന് ചുമതലപ്പെട്ടവർക്കെല്ലാം നന്ദി. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം.
കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാൻ, പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമാകട്ടെ. കോട്ടയം മേഖല PIB-യുടെ 2025-2029 വർഷത്തെ പ്രവർത്തനോദ്ഘാടനം ഇത്രയും അനേകമാക്കി തീർത്ത പ്രദേശത്തിനായ ദൈവത്തിന് സകല മാനവും മഹത്വവും നൽകുന്നു. ഒപ്പം മേഖല PIB-യുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നടത്തുവാൻ ദൈവം സഹായിച്ചു. ഒപ്പം തന്നെ മീറ്റിംഗ് ഏറ്റവും അനുകൂലമായി തീർത്തു. പ്രത്യേക ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് എത്തിയ ബഹുമാന്യ കർത്തദാസന്മാർ വേദിയിലായിരിക്കുന്നു. പ്രവർത്തനോദ്ഘാടനം പ്രാർത്ഥനയോടും നല്ല വചന സന്ദേശത്തോടും ഉദ്ഘാടനം നിർവഹിച്ച പാസ്റ്റർ PA മാത്യു അവരോടുള്ള കോട്ടയം മേഖല PIB-യുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം മുഖ്യ സന്ദേശത്തിന് വേണ്ടി ക്ഷണം സ്വീകരിച്ച് യുവജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൈവജന സന്ദേശം നൽകിയ IPC കേരള സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ രാജു അലിഗാഡ് അവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒപ്പം യുവജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല സന്ദേശങ്ങൾ നൽകുന്ന പാസ്റ്റർ അനീഷ് കാവനം അവരോടുള്ള നന്ദി സ്നേഹവും കോട്ടയം മേഖല PIB-യുടെ പേരുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വേദിയിലയക്കുന്ന ബഹുമാന്യരായ സെൻട്രൽ പാസ്റ്റർമാർ, അവരുടെ കൗൺസിൽ അംഗങ്ങൾ, PIB കേരള സ്റ്റേറ്റ്, അവരുടെ സൗരസമാജം കേരള സ്റ്റേറ്റ്, മറ്റ് വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാർ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന സഹോദരി സഹോദരന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കോറിനെ ലീഡ് ചെയ്ത ഇവാഞ്ചലിസ്റ്റ് എബ്രഹാം ക്രിസ്റ്റഫർ ടീം, അവരെന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ മീഡിയ ടീം, കോട്ടയം മേഖല PIB-യുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഉൾപ്പെട്ടു നിന്ന എല്ലാവരോടും, കടന്നു വന്ന എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് പര്യവസാനിക്കുവാനായി IPC പൊൻകുന്നം സൗത്ത് ഏരിയയുടെ സെൻട്രൽ പാസ്റ്ററായി സേവനിക്കുന്ന പാസ്റ്റർ PJ ജോസഫ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹമേറിയ ഒരു നല്ല ശുശ്രൂഷകൾ 5 മണി മുതൽ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ഈ സമയം വരെയും വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി നിന്ന് നാം ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയായ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പരിവർത്തനം നമ്മുടെ നടുവിൽ ഉണ്ടായി. നല്ല വചനങ്ങളെ കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. തുടർന്ന് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധരംഗത്തിനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കോട്ടയം സോണലിൻ്റെ PYPA 2025-29 വർഷ കാലഘട്ടങ്ങളിലെ പ്രവർത്തനോദ്ഘാടനം നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ കർത്താവെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷതനം വഹിച്ച കർത്താവിൽ പ്രിയ സമ്പ്രദായത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലീഡിയുവാൻ ദൈവം കൊടുത്ത കൃപകളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. മറ്റ് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമേറിയ നല്ല ശക്തമേറിയ ദൈവത്തിൻ്റെ ആലോചനകൾ കർത്താവെ യുവജനങ്ങൾക്ക് മാത്രമല്ല കടന്നു വന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഇടപെട്ടത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, രാജ്യവും ആനിക്കാട് ഭാഷയെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒടുവിൽ ദൈവവചനം സംസാരിച്ച അനുഷ്ഠാപാലം ഭാഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിക്കപ്പെട്ട ദൈവവചനത്തിൽ ശക്തമായി കർത്താവിന് വേണ്ടി അതിശക്തമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട പ്രവർത്തകരെ പ്രവർത്തകരെ മാത്രമല്ല കർത്താവെ, കേൾവിക്കാരായ ഞങ്ങൾ എല്ലാവരെയും അതിനെ സജ്ജമാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ പ്രവർത്തനങ്ങളുടെയിലും ദൈവത്തിന് വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഈ തിരഞ്ഞെടുക്കപ്പെട്ട PYPA പ്രവർത്തകരെ കർത്താവെ ഈ 4 വർഷക്കാലം കോട്ടയം സോണലിന്റെ വിവിധ തലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ കടന്ന് കർത്താവിന്റെ ശക്തമായ സുവിശേഷീകരണം നടത്തുവാൻ അവരിൽ കൂടെ എല്ലാവിധ പ്രവർത്തന മേഖലകളും കർത്താവിന്റെ വലിയ കരം കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതിനെ അവരെ ശക്തരാക്കുവാൻ ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്ന് സഹായിക്കണം. ഒടുവിൽ കർത്തവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ദൈവോട് നിരയാക്കണം. കേട്ട വചനങ്ങൾ ഞങ്ങൾ ശക്തിയോടെ ഏറ്റെടുത്ത് ആത്മീയ പ്രചോദനത്തോടെ ഉൾക്കൊള്ളുവാൻ ദൈവോട് നമുക്ക് സഹായിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെയും
വലിയ കൃപ കൂടി ഇരുന്ന് സഹായിച്ചു. അവസാനത്തിൽ ഇത്രത്തോളം സഹായിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാതനകളും കേട്ടത് കൊണ്ട് നന്ദിയോടെ വാഴ്ത്തുന്നു. പ്രകൃതി അനുകൂലമാക്കി തന്ന വിവിധ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുകയാണ്. പിരിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുത്തെ കേട്ടിരിക്കാനുള്ള സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയുടേതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തോടും മാത്രമല്ല കോട്ടയം ഓണൽ PVPA പ്രവർത്തകരോടുകൂടെ ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.